സുവിശേഷം, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 4. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 4 വചനം ഒന്ന് വായിച്ചാട്ട്. മതി. പുലർച്ചെയായപ്പോൾ യേശു എപ്പോൾ വന്നതാണെന്നുള്ള തെളിവ് ഇവിടെയില്ല. രാത്രി മുതലേ ആര് നിൽക്കുക ഇവിടെ? എൻ്റെ കൂടെ വരണം, വചനം ഭയങ്കരമാണ്, എൻ്റെ കൂടെ വരണം. രാത്രി മുതലേ കർത്താവ് അവിടെ നിൽക്കുക. യേശു പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. അങ്ങനല്ലേ? ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ, വല്ലതും എടുത്തോ. റീഡ് ഗുരുപ്രീത്. ഇംഗ്ലീഷ്. യേശു അവിടെ നിന്നിരുന്നു. ഹിന്ദി വായിച്ചത് ഗുരുപ്രീത്. ഹിന്ദി. യേശു അതിന്റെ കിനാരയിൽ, അതിന്റെ അരികിൽ നിന്നിരുന്നു. അപ്പോൾ വചനം ക്ലിയറാണ്, ട്രാൻസ്ലേഷന് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പാ, രാത്രി ഏതോ സമയത്ത് എൻ്റെ യേശു ആ കടൽക്കരയിൽ വന്നു നിൽക്കുകയാണ്. നമുക്കറിയാം, നമുക്കൊക്കെ ഈ വെയിറ്റിംഗ് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെ ചെന്നാലും, ഇപ്പൊ ഒരു മെട്രോ സ്റ്റേഷനിൽ ചെന്നാലും ലഗേജ് ഇടാൻ ഒരുത്തൻ അങ്ങോട്ട് പോകുമ്പോഴേ എന്ത് ചെയ്യും? പറഞ്ഞോ, നമ്മളൊരു സ്റ്റെപ്പ് വെച്ച് അവൻ്റെ മുമ്പിൽ കയറും. ഇല്ലെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പേഴ്സ് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ട് അവനത് എടുക്കാൻ പോകുമ്പോഴത്തേന് മുമ്പിൽ കയറും. ഈ ക്യൂ നിൽക്കാൻ ഭയങ്കര പാടാണ്. വെയിറ്റിംഗ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അവിടെ ഉറപ്പിച്ചത്, ഒരു എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ല. നല്ല വെട്ടം വെളിച്ചം, എത്ര രാത്രി ആയാലും ലേറ്റ് ആകും തോറും നമുക്ക് നല്ല അടുക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച്, പ്രത്യേകമായ കണ്ടിട്ടില്ലാത്ത നിറത്തിലുള്ള വർണ്ണങ്ങളടങ്ങിയ നല്ല ജ്യൂസ്. അപ്പം എയർപോർട്ടിൽ വെയിറ്റിങ്ങിന് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ മറ്റെവിടെ ചെന്നാലും, ഹോസ്പിറ്റലിൽ ചെന്നാലും, മറ്റ് മീൻ മാർക്കറ്റിൽ ചെന്നാലും നമുക്ക് ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ഭയങ്കര കഷ്ടപ്പാട്. ഇവിടെ കണ്ടോ, എൻ്റെ യേശുനാഥൻ രാത്രി മുഴുവൻ പുലർച്ചയാകുവോളം കടൽക്കരയിൽ നിൽക്കും. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാം സമർത്ഥയായി എൻ്റെ ഇവിടെ നോക്കണം. ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചത് വിവിധ വേലയ്ക്ക് വേണ്ടിയാണ്. ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചത് വിവിധ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അവരെ ഈ ഭൂലോകത്തിൽ എങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ചവരാ. അവരെ ഈരണ്ടായി കർത്താവ് പല പട്ടണങ്ങളിലേക്ക് പറഞ്ഞു വിട്ടവരാ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം എൻ്റെ പ്രാണനാഥൻ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരും ക്ഷീണിച്ചു പോയ ചില മേഖലകളിൽ അവരെ കാത്തു നിൽക്കുന്നൊരു കർത്താവ്. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ, ആ വചനത്തിൽ ആ ഭാഗം ഞാൻ ഷെയർ ചെയ്തപ്പോൾ, നമ്മുടെ ജീവിതവുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. നമ്മളെ വിളിച്ച ദൈവത്തിനറിയാം നിന്റെ ഈ ഉള്ളിലെ ഇല്ലായ്മ എന്താണെന്നുള്ളത്. നമ്മളെ കണ്ട കർത്താവിനറിയാം നീ ഭാരപ്പെടുന്ന എന്തിനാണെന്നുള്ളത്. എൻ്റെ യേശുവിനറിയാം ഇവ രാത്രി മുഴുവൻ അവിടെ ഉണ്ട്. എവിടാ? എൻ്റെ കർത്താവിന്റെ കണ്ണെത്താവുന്ന ദൂരത്തിൽ അവനൊരു ലൈറ്റിന്റെ ലാമ്പിൽ തടാകം മുഴുവൻ ഒരു മത്സ്യബന്ധനം നടത്തി ക്ഷീണിച്ച് എൻ്റെ മകൻ തിരികെ കരയിൽ വരുമെന്നുള്ളത് എൻ്റെ കർത്താവിനറിയാം. അതിനവൻ എന്ത് ചെയ്യുന്നറിയാമോ? രാത്രി മുഴുവൻ ഇവനെ നോക്കി കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽ ഓർത്തോ, നീ ഡൽഹിയിൽ കഷ്ടപ്പെടുന്നത്, രാവും പകലും നീ അധ്വാനിക്കുന്നത്, സ്തോത്രം, നിന്റെ കയ്യിൽ ശൂന്യമായെന്ന് തോന്നുമ്പോഴും എൻ്റെ കർത്താവ് നിന്റെ മുൻപിൽ വെയിറ്റ് ചെയ്യുന്നതിന് ആഴം എന്താണെന്നറിയാമോ? നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലാണെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ 5 മിനിറ്റ് കൂടി സന്ദേശം ഞാൻ നിർത്തും. ഇവിടെ നിന്ന് വായിച്ച വാക്യം, 3.5 വർഷം പടകും വള്ളവും ഒന്നും ഈ പത്രോസ് എടുത്തിട്ടില്ല. പരിചയങ്ങളൊക്കെ അങ്ങ് പോയി. നമ്മളും അങ്ങനെയല്ല, ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങി തിരിച്ചു പോട്ടല്ലേ. കുറെ നാൾ വാഹനം ഡ്രൈവ് ചെയ്യാതിരിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലേക്ക് ഒരു വാഹനം കിട്ടുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ചെറിയൊരു വിറയലുണ്ട്. ശുശ്രൂഷകളിലാണെന്ന് പറഞ്ഞാലും, ജോലിയിൽ പല ഗ്യാപ്പ് വന്ന നേഴ്സസ് ഒരു വേഗത്തിൽ ഓട്ടിയിലോട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഇൻസ്ട്രുമെന്റിന്റെ പേരെന്നാന്ന് അറിയാൻ പറ്റാതെ വരും. ഇവിടെ നോക്കണേ, അങ്ങനെ ക്ഷീണിച്ചു മടുത്ത്
സ്തോത്രം. എന്തു ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുടെ അരികിൽ എൻ്റെ യേശു വെയിറ്റ് ചെയ്യുകയാ. ഇന്ന് പകലോർത്തു, നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നല്ലൊരു കർത്താവ്. നാം ആ ഭാഗം വായിക്കുക. നമുക്കറിയാം, അല്പം വിശ്വാസത്തിൽ പുറകോട്ടൊക്കെ പോയി കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് പല പ്രയാസങ്ങൾ നേരിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ, ആരാധനയിൽ പുറകോട്ട് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലെ വേദന എന്താണെന്നോ ഭാരം എന്താണെന്നോ, ഭർത്താവിൻ്റെ ഉള്ളിലെ ചിന്ത എന്താണെന്നോ ഭാര്യയ്ക്ക് അറിയത്തില്ല. ഭാര്യയുടെ ഉള്ളിലെ ചിന്തയും ഭാരം എന്താണെന്ന് ഭർത്താവിന് അറിയത്തില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് അഭിനയിക്കുന്നവരാ? സ്നേഹം അഭിനയിക്കും. സ്വാഭാവികം. കാരണം ഉള്ളിലെ വേദനകൾ ഉള്ളിലുണ്ടെങ്കിലും പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് വലിയ അർത്ഥമൊന്നും ഇല്ലെന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് സന്തോഷിച്ചു കൊടുക്കും. തിരികെ അതുപോലെ തന്നെ ഇവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളും നമ്മുടെ ഉള്ളിലെ സന്തോഷങ്ങൾ എന്ത് ചെയ്യും? അങ്ങ് അഭിനയിച്ചു കൊടുക്കും. ഇവിടെയും ഓർത്തോണം, വിശ്വാസ വീരന്മാരുടെ പട്ടികകളിൽ ഓരോ സ്ഥാനത്തിടം പിടിച്ച പത്രോസ്, സ്തോത്രം, പടക് ശൂന്യമായി മടങ്ങി വരുമെന്നുള്ളത് എൻ്റെ യേശുവിനറിയാം. 3.5 വർഷം, ഹല്ലേലൂയ. നമുക്കറിയാം, മത്സ്യബന്ധനം ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ TV ഒക്കെ ഓൺ ചെയ്യുമ്പോൾ മത്സ്യബന്ധനം പലതും നാട്ടിലെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഈ വലിയ വലിയ കടലിലെ മത്സ്യബന്ധനം കാണാറുണ്ട്. വലിയ വലിയ കപ്പലുകൾ, അല്ലെ വലിയ ബോട്ടുകൾ വളരെ സ്പീഡിൽ ഈ കടലിന് നടുവിലേക്ക് ഓടിക്കയറും. ഓടിപ്പോകുമ്പോൾ തന്നെ ആ പടകിൽ, അല്ലെ ആ ബോട്ടിൽ നിന്ന് എന്ത് ചെയ്യും? വല താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിലോമീറ്റർ പോവും, 2-3 കിലോമീറ്റർ ഈ വല പോവും. ഈ ബോട്ട് പോകുന്നതിനനുസരിച്ച് വല ഇങ്ങനെ ബോട്ടിൽ നിന്ന് വീണുകൊണ്ട് അറിയാതെ വീഴ്ത്തുന്നതല്ല, അവർ തള്ളി ഇടുകയാ. ഈ ബോട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞ് 3 കിലോമീറ്റർ കഴിഞ്ഞ് വീണ്ടും ഈ ബോട്ട് റൗണ്ട് എടുത്ത് മെയിൻ കപ്പല് കിടക്കുന്ന അവിടെ ഈ ബോട്ട് വരും. എന്താണെന്നറിയാമോ? വല എറിയുക എന്ന് പറയുന്നത് വലിയ ദൗത്യമാണ്. ഈ മീൻപിടുത്തക്കാരെന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ നിന്ന് വല എറിയാൻ തുടങ്ങി. പത്രോസ് അവിടെ എല്ലാം വല എറിഞ്ഞു അവൻ മടങ്ങി ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് വല വലിച്ചു കയറ്റുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ്. മീൻപിടുത്തം കണ്ടിട്ടുണ്ടോ? ഭയങ്കര കഷ്ടപ്പാട്. ഇത് വലിച്ചു കയറണമെങ്കിൽ അവർ ഒരേ ലെയറിൽ നിൽക്കും. എറിഞ്ഞിട്ട് വന്നവരുടെ ദൗത്യമല്ല, വലിച്ചു കയറ്റുന്നവന്റെ ദൗത്യം. ഇവരോരോന്ന് വലിയ വലിയ കപ്പികൾ, വലിയ വലിയ പടങ്ങുകൾ, വലിയ വലിയ കപ്പികൾ വഴി ഈ വലകൾ ഒരുമിച്ച് ഇവർ ഏലം പറഞ്ഞ് വലിച്ചു കയറ്റി മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് എത്ര പെട്രോൾ ഡീസൽ കളഞ്ഞെന്നറിയാമോ? എത്ര നേരം ഈ കപ്പൽ ഈ കടലിന്റെ മുകളിൽ നിൽക്കണമെങ്കിൽ എത്രത്തോളം ഡീസൽ കളയണമെന്നറിയാമോ? നഷ്ടങ്ങൾ സഹിച്ച് വീട്ടിൽ നിന്ന് മാസങ്ങൾ മുന്നമേ ഇവർ ഇറങ്ങിത്തിരിച്ചതാ. പക്ഷെ വലിച്ചു കയറ്റിയപ്പോൾ വലയ്ക്കകത്തൊന്നുമില്ല. എത്ര ആത്മീയനാണെങ്കിലും അറിയാതെ വല്ലതും പറഞ്ഞു പോകും. ശരിയല്ലേ? നമ്മളൊന്ന് ഓർത്തേ, രാവിലെ 12 ഡ്യൂട്ടിയും 6 മണിക്കൂറും കഷ്ടപ്പെട്ടിട്ട് ഡബിൾ ഷിഫ്റ്റിനും ട്രിപ്പിൾ ഷിഫ്റ്റിനും ഒന്നും സാലറി വരുമ്പോൾ ശമ്പളം ഇല്ലെങ്കിൽ എടുത്തൊരടിയുണ്ട്. ഞാൻ എഴുതിയിട്ടതാ ഇന്ന ദിവസം എനിക്ക് ഡബിൾ ഉണ്ടെന്ന്, ഞാൻ എഴുതിയിട്ടതാ ഇന്ന ദിവസം എനിക്ക് ഓവർ ടൈം ഉണ്ടെന്ന്. പക്ഷേ അത് കിട്ടാതെ വരുമ്പോൾ കിട്ടിയതിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കത്തില്ല, കിട്ടാത്തതിനെ ഓർത്ത് നമ്മൾ ദേഷ്യപ്പെടുന്നവരല്ലേ, ഞാൻ ഉൾപ്പെടെ. ഇവിടെ നോക്കി, തല തല്ലിപ്പറിച്ച് പത്രോസ് ആകെ തലയ്ക്കടിച്ച് ഇത്രത്തോളം ഇന്ധനം കത്തിച്ച് രാത്രി മുഴുവൻ ഉറക്കളച്ച് എന്നെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം കുടുംബം, അല്പനേരം വയറിൻ്റെ ആശ്വാസത്തിന് വേണ്ടി, അല്പം ആഹാരത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവൻ ഈ പടക് വലിച്ച് വല കയറ്റി കയ്യിലേക്ക് നോക്കിയപ്പോൾ ശൂന്യത മാത്രം. ഇന്ന് പകൽ വചനം കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, നീ പട്ടണത്തിൽ കഷ്ടപ്പെടുന്നതും നീ പട്ടണത്തിൽ ഓടുന്നതും അധ്വാനിക്കുന്നതും വലിച്ചു കയറ്റുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? എൻ്റെ കർത്താവ് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഓർത്തോണം, നിന്റെ ശൂന്യതയിൽ കരയിലേക്ക് ചെല്ലാൻ കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വേദനയിൽ, നിന്റെ ഭാരത്തിൽ, നിന്റെ രോഗത്തിൽ നീ വരുന്നതിന് മുന്നമേ രാത്രി മുഴുവൻ അവിടെ കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. വന്നു പത്രോസ്, ഇങ്ങനെ വന്നു. വളരെ ഈ കഴിവുകളെല്ലാം പോയി. വന്ന് കയറി ഉടനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യം. ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ അകത്തൊരു പരിഹാസമില്ലേ? ഇല്ലെന്നുള്ളത് ആർക്കറിയാം? പുള്ളിക്കറിയാം ഇല്ലെന്നൊന്നും കിട്ടിയില്ലെന്നറിയാം. എന്നിട്ട് അടുത്ത ചോദ്യം, കുഞ്ഞുങ്ങളെ, ഒരൊറ്റ ചോദ്യമാണ്. തകർന്നിരിക്കുന്ന നിന്നെ എൻ്റെ കർത്താവ് ബഹുമാനത്തോടെ വിളിക്കത്തുള്ളൂ. നിന്റെ ഇല്ലായ്മ ദൈവത്തിനറിയാം. പോട്ടെ, അവിടെ നിൽക്കുന്നില്ല. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ?
കാരണം എന്നാ, രാത്രി മുഴുവൻ നിൽക്കുക, അത്താഴം ഒന്നും കഴിച്ച് കാണത്തില്ല. വിശന്ന് വയറ് കത്തി നിൽക്കുന്ന യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? മറുപടി ഇല്ല എന്ന് പറയാൻ തന്നെ ഒരു മടി, ഇച്ചിരി ഗ്യാപ്പ്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. എടുത്ത വായിൽ ഒന്നുണ്ട്, അല്ല രണ്ടപ്പം ഉണ്ട് എന്നൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ല. ഒരു അത്രയും വലിയ വലയ്ക്കകത്ത് ഒരു മത്സ്യം കയറാതിരുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നിന്റെ വല ശൂന്യമാകാൻ സാധ്യതയുണ്ടെന്ന് ഇതിനകത്തിരിക്കുന്നവർ വിശ്വസിക്കണം. നീ അധ്വാനിക്കുന്നതും നീ കഷ്ടപ്പെടുന്നതും എന്റെ കർത്താവ് പറഞ്ഞാൽ മാറി നിൽക്കാനുള്ളതാണെന്ന് വിശ്വസിച്ചോണം. നീ എത്ര ഓടിയാലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര സാലറി നിന്റെ അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആകുമ്പോഴും എന്റെ കർത്താവ് ഇത് കൈവച്ചാൽ അത് മാറി നിൽക്കുമെന്നുള്ളത് ഇന്ന് പകരം ഇതിനകത്തിരിക്കുന്നവർ വിശ്വസിക്കും. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ആ പറയുന്നതൊക്കെ ഭയങ്കര കഠിനമാണ്. കുഞ്ഞുങ്ങളെ കർത്താവ് വിളിക്കാൻ കാരണം എന്നാണെന്നറിയോ? അല്ലെങ്കിൽ ഇവന്മാർ ദേഷ്യപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് മൈൻഡ് സെറ്റപ്പ് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല. 6-ാമത്തെ വാക്യം, അടുത്ത വായിച്ചു. ഓർത്ത് നോക്കണേ, നമ്മൾ കേട്ടിട്ടുള്ളതാ, മീനിന്റെ പെരുപ്പം ഹേതുവായി. മണിക്കൂറുകൾ കഴിഞ്ഞില്ല, മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഈ പോയ മാറി നിൽക്കുന്ന മീനുകളൊക്കെ ഇങ്ങനെ തുള്ളി നിൽക്കുക. ഓർത്തു, 1-2 മീനുകളാണ്. മീനിന്റെ പെരുപ്പം നിമിത്തം വല കീറാറായെന്ന് പറയണമെങ്കിൽ ഇവന്മാരിങ്ങനെ തുള്ളി നിൽക്കുക. കാരണം എന്നാ? വല വന്നാൽ ചാടി കയറാൻ. പക്ഷെ എൻ്റെ കർത്താവ് അലവ് ചെയ്യണം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളം നിറയാൻ കാരണം, എൻ്റെ യേശു സ്നേഹിച്ച ശിഷ്യൻ ശൂന്യതയോടെ വരുമെന്ന് എൻ്റെ കർത്താവ് മുന്നമേ കണ്ടിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിലെ നിന്റെ ഇന്നത്തെ ഇല്ലായ്മ എൻ്റെ ദൈവത്തിനറിയാം. പക്ഷെ എൻ്റെ കർത്താവ് വെയിറ്റ് ചെയ്ത് അതിനൊന്നും അല്ല കേട്ടോ. ഈ പുള്ളിക്ക് മീൻ വയറ് നിറച്ച് കൊടുക്കാനോ പടക് നിറച്ച് കൊടുക്കാനോ ഒന്നും അല്ല എൻ്റെ കർത്താവ് അവിടെ വെയിറ്റ് ചെയ്തത്. നമുക്ക് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ കർത്താവ് മീൻ പിടിച്ച് അവർ കൊടുക്കുന്ന 5-ാമത്തെ വാക്യം ചോദിച്ചു. 5-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, 9-ഉം 10-ഉം. യെസ്. ഇവിടെ നോക്കിക്കോണേ, ഇവന്മാരാകെ തണുത്ത് വിറച്ച്, ശ്രദ്ധിച്ചു, ഒരു ആത്മീയ ദൂത. ഇവന്മാരിങ്ങനെ തണുത്ത് വിറച്ച് കരയോടടുക്കാൻ തുടങ്ങിയപ്പോൾ ദൂരവേ ഇവരുടെ കണ്ണിന്റെ മുൻപിൽ ഒരു കാഴ്ച കാണുകയാ. അവിടെ ഒരു തീക്കനൽ കൂട്ടി വെച്ചിരിക്കുന്നു. അടുത്തോട്ട് വന്നപ്പോൾ ആ തീക്കനന്മേൽ എന്തിരിക്കുക? മീനും അപ്പവും. എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ എന്തില്ലാത്തതാണോ അതവർക്ക് വേണ്ടി കനലിന്മേൽ വെച്ചിരിക്കുന്നു. വെച്ചതല്ല. 10-ാമത്തെ വാക്യം, യേശു അവരോട്, ഇവിടെ നോക്കണേ, ഇപ്പോൾ പിടിച്ച്, ഇപ്പൊ കനലിന്മേൽ മീൻ ഇരിക്കുക. ഇതാര് പിടിച്ച മീനാ? പറഞ്ഞോ. ഇവന്മാരുടെ കയ്യിലൊന്നുമില്ല, സമ്മതിച്ചോ. പക്ഷെ ഇവര് വന്നപ്പോൾ തീക്കനല് കൂട്ടി അതിന്മേൽ മീൻ ഇരിക്കുന്ന കാണണമെങ്കിൽ അത് ആര് പിടിച്ച മീനാ? എൻ്റെ കർത്താവ് പിടിച്ച മീനാ. അതിനെ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വെട്ടി, മസാല പുരട്ടി, തന്തൂരി അടിച്ച് എൻ്റെ കർത്താവ് വെച്ചേക്കുക. നമുക്ക് ആർക്കെങ്കിലും മീൻ വെട്ടുന്ന ഇഷ്ടമാണോ? എന്നോട് പറയും വെട്ടിക്കൊണ്ടേ വരാവുള്ളെന്ന് എപ്പോഴും പറയും. ഇപ്പം അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. വെട്ടിക്കിട്ടും, അല്ല വെട്ടിക്കിട്ടിയത് വീട്ടിൽ വരും. മീൻ വെട്ടാൻ ഇഷ്ടമാണോ? ചേരാൻ വെട്ടിയിട്ടുണ്ടോ? വെട്ടും, ഇങ്ങനെ വെട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ, എൻ്റെ കർത്താവിന് നിനക്ക് വേണ്ടി കരുതാൻ ഒരു മടിയുമില്ല. അവൻ കഷ്ടപ്പെട്ട് ഇവര് വരുന്നതിന് മുന്നമേ എന്റെ കർത്താവ് മീനെ പിടിച്ചു. അതിന്റെ വാലും ചിറകും തലയും എടുത്തു മാറ്റി 4ആയിട്ട് വരിഞ്ഞു. അതിനകത്ത് മുളക് പുരട്ടി
കനലിൽ മേൽ ചുട്ടുവച്ചിരിക്കുകയോ നിന്റെ ശൂന്യതയുടെ നടുവിൽ നിന്റെ മനസ്സും എടുക്കാതിരിക്കാൻ. നിന്റെ ഇല്ലായ്മയെ നിന്റെ മനസ്സും എടുക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി മുന്നമേ കരുതുന്ന ഒരു ദൈവം. ഫ്രീസറിൽ വെച്ചതല്ല, ഫ്രിഡ്ജിൽ വെച്ചതല്ല, ഐസ് ഇട്ടതല്ല, നിനക്ക് വേണ്ടി അവൻ കരുതുന്നത് ഫ്രഷാ. ഇവന്മാര് വന്നപ്പോ ഞെട്ടിപ്പോയി. അത് ഓരോന്ന് വായിച്ച അതിന്റെ 11ാമത്തെ വാക്യം വായിച്ചേ. 10. ഓർത്ത് നോക്കണേ, അവിടെ ഒത്തിരി ഉണ്ട് പറയാൻ. 153. ഇവന്റെ എന്താ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എന്തോ പച്ചമലയാളം പറയുന്നത് ഇവന്റെ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇങ്ങനെ പറയാം. ഇവന്റെ ഈ ഉത്സാഹവും ഈ ആവേശവും ഒക്കെ കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യുന്നറിയാവോ, അവൻ അതിനിടയ്ക്കുന്നല്ല ആദ്യം പറക്കിയതൊക്കെ ഏതാ പറഞ്ഞേ. 153 വലിയതിനെ ആദ്യം പൊക്കി. നമ്മളും ഇങ്ങനല്ലേ അല്ലേ? അവനത് വലയ്ക്കകത്തോട്ട് അങ്ങോട്ട് കയറി. അവന് സഹിക്കാൻ പറ്റത്തില്ല. കാരണം രാത്രി ഒറ്റ ഒരെണ്ണമില്ലായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വല വലിച്ചു കയറ്റി വലയ്ക്കകത്തേക്ക് കയറി ഓടിച്ചാടി 153 പറക്കി കരക്കിട്ടു. എന്നിട്ട് അവന് സഹിക്കാൻ വയ്യാതെ വല വലിക്കുവാൻ തുടങ്ങിയപ്പോൾ വല ഇത്രത്തോളം ഉണ്ടായിട്ടും വല കീറിയില്ല എന്ന് വചനം പറയാൻ കാരണം ദൈവം നിനക്ക് എന്തെങ്കിലും തന്നാൽ അത് കീറിപ്പോകുന്നതല്ല. അല്ലാതെ നിന്റെ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും കീറലുകൾ, ഏതെങ്കിലും നഷ്ടങ്ങൾ, ഏതെങ്കിലും കുറവുകൾ സംഭവിച്ചെങ്കിൽ എന്റെ കർത്താവ് തന്നതല്ല എന്ന് ഉറപ്പിച്ചോണം. എന്റെ ദൈവം തന്നാൽ നിന്റെ വല കീറത്തില്ല. ദൈവം തന്ന ജോലിയാണെങ്കിൽ അത് നഷ്ടപ്പെടത്തില്ല. ദൈവം തന്ന സാലറി സ്കെയിലാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും, അതിന് മുകളിലോട്ട് കയറും. ഒരു കാരണവശാലും നിന്റെ ജോലിയോർത്ത് നീ ഭാരപ്പെടണ്ട. കാരണം എന്നാ, ദൈവം തന്നതാണെന്ന് ഉറച്ചോണം. അതല്ലേ നാം വായ്പയുടെ സ്തോത്രം. ദൈവത്തിന്റെ കരുതലിനായി സ്തോത്രം. യേശു അവിടെ നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വല കീറാറായി. വല കീറിയിൽ യേശു അവരോട് 12ാമത്തെ വാക്യം വായിച്ചു നിർത്താം. 12ാമത്തെ വാക്യം. എങ്ങനെ തുനി? ഇവന്മാരുടെ കൈ കിട്ടാത്ത രുചിയുള്ള മീൻ വറുത്തു പൊരിച്ച് മുമ്പിൽ കൊണ്ട് ചാപ്പാടിന് വെച്ചാ ചോദിക്കാൻ പറ്റുമോ നീ ആരാന്ന്? ചോദിക്കാൻ പറ്റുമോ? ലജ്ജയല്ലേ? അഭിനയം കണ്ടോ അവരുടെ? വലിയ പുള്ളികളാ. ചോദിക്കണമെന്നുണ്ട് താനും. ചോദിച്ചാൽ എന്തോ ഓർക്കും. അവരുടെ ഇതാണ് ഭയങ്കര അഭിനയമാണ്. ഭയങ്കര അഭിനയം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചോദിച്ചാൽ കർത്താവ് എന്തേലും ഓർക്കും. കാരണം എന്നാ, ഫ്രഷായിട്ട് കിട്ടിയ മീൻ അവന്മാർ കൂട്ടി നോക്കി. ഈ വല വീട്ടിൽ ചെല്ലണമെങ്കിൽ സമയമെടുക്കും. അവിടെ ചെല്ലുമ്പോഴത്തേന് മീൻ അമങ്ങാൻ തുടങ്ങും. പക്ഷേ കടൽക്കരയിൽ കനൽ കൂട്ടണമെങ്കിൽ കർത്താവിനെ കൊണ്ടേ പറ്റൂ. നനവ് പിടിച്ച മണ്ണിൽ, നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ മണലിനെ വാരി മാറ്റി അവിടെ കനൽ കൂട്ടണമെങ്കിൽ എൻ്റെ കർത്താവിനല്ലാതെ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിൽ ശൂന്യത പിടിച്ച മേഖലകളിൽ എന്തെങ്കിലും ഒരു വെളിച്ചം നിറയണമെങ്കിൽ, എന്തെങ്കിലും ഒരു കനൽ പൊട്ടിമുളയ്ക്കണമെങ്കിൽ എൻ്റെ കർത്താവ് അലവ് ചെയ്യണം. അതുകൊണ്ട് ഓർത്തോ ദൈവമേ, ഇന്ന് നിന്റെ അധ്വാനങ്ങൾ കൊണ്ടോ നിന്റെ കഷ്ടപ്പാടുകൾ കൊണ്ടോ അല്ല നീ ഇതിനകത്തിരിക്കുന്നത്. ദൈവത്തിന് നിന്നോടുള്ള കരുണയാ. ശബരഹത്തരാധന കണ്ടോ? 13ാമത്തെ വാക്യം. ഇവിടെ നോക്കണേ പതിച്ച, ഇവിടെ നോക്കണേ. പത്രോസിന്റെ കൈകൾ വിറയ്ക്കുകയാണ്. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, ജീവിതത്തിൽ പല എന്നെ കേവലം സ്നേഹിച്ചു. നിർത്തിക്കുക, മതി. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാന്നറിയാമോ? പത്രോസിന്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹം കൂടാൻ എൻ്റെ കർത്താവ് രാത്രിയിൽ അവിടെ വന്ന് നിന്നതാ മോനെ. അല്ല മീൻ കൊടുക്കണമെന്നോ പൊരിച്ച് ഇവരെ കൊണ്ട് തീറ്റിക്കണമെന്നോ വയറ് നിറയ്ക്കണമെന്നോ ഒന്നും എൻ്റെ കർത്താവിന് ഇഷ്ടമല്ല.
അതൊക്കെ ഒരു ചടങ്ങ്. എന്തിനാണെന്നറിയാമോ? നീ ഓടിപ്പോകാതിരിക്കാനാ. എൻ്റെ കർത്താവ് എന്തിനാണെന്നറിയാമോ അവിടെ വെയിറ്റ് ചെയ്തത്? അതിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചാട്ട്. സോറി 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യം. അവൻ പ്രാതൽ കഴിച്ചു, വയറ് നിറഞ്ഞു, കൈ നക്കി. നല്ല മസാല പുരട്ടിയ മീനാ. നിർത്തിക്കൂ. കണ്ടോ, കൈ കഴുകുന്നതിന് മുന്നമേ കണ്ടോ, അവർ പ്രാതൽ കഴിച്ച ശേഷം കൈ കഴുകുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ പോയിന്റ് ഓർക്കണം. പ്രാതൽ അങ്ങോട്ട് കഴിച്ചതുമല്ല, കൊടുക്കേണ്ട അമ്പ് അങ്ങോട്ട് കുത്തിക്കയറ്റി. മീൻ തിന്ന് നക്കിയിട്ടിരിക്കുന്ന പത്രോസിനോട് ചോദിക്കുക, നീ ഇവരിൽ അധികമായി. എൻ്റെ കർത്താവിന് ഇത് നിന്നിൽ നിന്ന് കേൾക്കാനാ രാത്രി വെയിറ്റ് ചെയ്തത്. അല്ലാതെ മീൻ കൊടുത്ത് ഇവൻ്റെ വയറ് വിറപ്പിക്കണമെന്നല്ല. അതെല്ലാം ദൈവം തരുന്ന ഒരു കോംപ്ലിമെൻ്റാണ്. ഈ കോംപ്ലിമെൻറ്റിൻ്റെ ഇടയിൽ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് അവനോടുള്ള നിന്റെ സ്നേഹമാണ്. അവൻ കാത്തിരിക്കുന്ന ദൈവമാണ്. രാത്രി മുഴുവൻ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ. എന്തിനാ വൈറ്റ് ചെയ്തത്? പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, അവന്റെ കണ്ട വിടർന്നുണ്ട്, ശീമോനെ നീ ഇവയിൽ അധികമായി എന്ന് പറഞ്ഞാൽ നിന്റെ മുൻപിലിരിക്കുന്ന ഈ മീനേക്കാൾ, നിന്റെ നാവിലെ മീൻ്റെ മധുരമുള്ള അല്ലെങ്കിൽ ടേസ്റ്റിനേക്കാൾ, ഈ കൂടിക്കിടക്കുന്ന 153 വലിയ മീനിനേക്കാൾ അധികമായ ദൈവം തരുന്ന നന്മകളിൽ, ദൈവം തരുന്ന സന്തോഷങ്ങളിൽ കർത്താവിനുള്ള നിന്റെ സ്നേഹം കുറയരുത്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ഓർത്ത്, എന്തിനാ കർത്താവ് ഇത്രത്തോളം നീ വെയിറ്റ് ചെയ്തത്? ഞങ്ങൾ പോയിട്ടിങ്ങ് വരത്തില്ലായിരുന്നോ? അല്ലെങ്കിൽ നാളെ നമുക്ക് ഗലീല തടാകത്തിൽ വെച്ച് കാണത്തില്ലായിരുന്നോ? കാരണം ഒരുപാട് പ്രോഗ്രാം ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. അതെല്ലാം ലിസ്റ്റഡാ. അടുത്ത എവിടെങ്കിലും ഒരു മീറ്റിംഗ് നമുക്ക് ബന്ധപ്പെടാമായിരുന്നല്ലോ. പിന്നെന്തിനാ കർത്താവേ രാത്രി മുഴുവൻ നീ തണുപ്പത്ത് കോച്ചി വിറച്ച് ഈ കടലിന്റെ കരയിൽ നിന്നതാ? ഇന്ന് ദൈവത്തിന് ഒന്നേ നിന്നോട് പറയാനുള്ളൂ, നിന്റെ സ്നേഹം കൂട്ടാനാ. സ്നേഹം കൂട്ടാനാ. കർത്താവിന്റെ കൈ പത്രോസ് മണപ്പിച്ച് നോക്കിയപ്പോൾ മീനിന്റെ നാറ്റം എന്താണെന്നറിയാമോ? നിനക്ക് വേണ്ടി വെട്ടിയ മീനിന്റെ നാറ്റം. നിനക്ക് വേണ്ടി വെട്ടിയ മീനിന്റെ നാറ്റം. നിനക്ക് വേണ്ടി കാത്തിരുന്ന കർത്താവിൻ്റെ കാലുകൾ കഴച്ചു. എന്നിട്ടും ഇരിക്കാനൊരു സീറ്റില്ല. കടലിൻ്റെ കരയിൽ അവൻ നിന്നു. അവൻ നേരം വെളുക്കുവോളം നിന്നു എന്നാ വചനം പറയുന്നത്. ബില്ലി ഗ്രാമിൻ്റെ ചരിത്രം നമുക്കറിയാം. ഒരിക്കൽ നമുക്കറിയാം, ബില്ലി ഗ്രാമിൻ്റെ ഭാര്യയുടെ പേര് രൂത്ത് ഗ്രഹാം. വർഷങ്ങൾക്ക് മുന്നേ വിവാഹവേദിയിൽ വെച്ച് അവർ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു. സന്തോഷമായി. എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വിവാഹം നടക്കുന്നത്. സ്തോത്രം. ബില്ലി ഗ്രഹാം രൂത്ത് ഗ്രഹാമിനോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. രൂത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നീ എന്നെ സ്നേഹിച്ചു, ഉഭയസമ്മതം കഴിച്ചു, നമ്മൾ തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്ത വ്യക്തിയാണെങ്കിലും നിന്നേക്കാൾ അധികമായി ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. സ്തോത്രം. ബില്ലി ഗ്രഹാം രൂത്തിനോട് പറയുക, ഫോൺ റിസീവർ എടുത്ത് പറയുക, നിന്നേക്കാൾ അധികമായി ഞാനൊരാളെ സ്നേഹിക്കും. അവിടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന. കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. വിവാഹത്തിൽ ആ ഫോൺ വെക്കുന്നതിന് അവൾ പറയുക, നിന്നേക്കാൾ അധികമായി ഞാൻ യേശുവിനെ സ്നേഹിക്കും. 90 വർഷം നല്ല ദാമ്പത്യ ജീവിതം നയിച്ച് ഈ ലോകത്തിലായിരിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ബില്ലി ഗ്രഹാം. ഇന്ന് പകരം ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, അവൻ എവിടെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയാ. അവിടെ എവിടെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദര നിനക്ക് വേണ്ടിയാ. നീ എന്തെങ്കിലും കഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം കാത്തു നിന്നതുകൊണ്ടാ. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ പത്രോസ് പറയുകയാ, നെഞ്ചോട് കൈവച്ച് പറയുകയാ, ജീവിതത്തിൽ പല വീഴ്ചകൾ എനിക്ക് വന്നവനാ. 153 വലിയ മീൻ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന്.
153 വലിയ മത്സ്യം കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് ഇതാണ് അനുഗ്രഹമെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം പിടികിട്ടി, ഇതല്ല അനുഗ്രഹം, എൻ്റെ ദൈവത്തോടുള്ള നിന്റെ സ്നേഹമാണ്. നമ്മുടെ കണ്ണുകൾ ദിവസം നടയട്ടെ.